കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മള് ഒരു ചിക്കൻ മുളക് ഇട്ടതിന്റെ റെസിപ്പിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ വീഡിയോ കണ്ടാലോ? ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ തക്കാളിയാണ്, പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 10 വെളുത്തുള്ളി ചതച്ചെടുത്തത്, 2-3 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തതാണ്, 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക. നമ്മൾ അടുപ്പിലാണ് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്ക. ഇത് നന്നായിട്ടൊന്ന് പച്ചമണൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്ക. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇതിന് മുന്നേ നമ്മള് വറുത്തരച്ച ചിക്കൻ കറീന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണം. ഇത് മുളകിട്ട ചിക്കൻ കറിയാണ്. കറിവേപ്പില ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്ക. സവാള നന്നായിട്ട് വാടി കുഴഞ്ഞു കിട്ടണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക. 2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂണ്, ചിക്കൻ മസാല 2 സ്പൂണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി പൊടിന്റെ ഒക്കെ ഒരു കളർ, ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് കരിയാതെ വഴറ്റിയെടുക്കണം. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്ക. അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിന്നെ ആയി കിട്ടുന്നുണ്ട്. അതുപോലെ കരിഞ്ഞു പോവാതെ നോക്കണേ. തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്ക. ഒന്നും കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ. കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് വഴണ്ടി വരട്ടെ. നന്നായി വാടി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മസാലയൊക്കെ എല്ലാ വശത്തും ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് തുറന്നു വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ തുറന്നു വെച്ച് നന്നായിട്ട് പിന്നെ നാവി കയറിയിട്ടുണ്ടായിരുന്നു. അതിലിതാ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്ക. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു കുറുക്കിയിട്ട് ചാറോട് കൂടിയിട്ടോ എടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്ക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്ക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം.
ഒരു കുറുകിയ ചാറായിട്ടുണ്ട്. നമുക്ക് ഇത്ര ചാറോട് കൂടിയിട്ട് വേണ്ട നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അവിടെ ചിക്കൻ മുളകിട്ടത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുളകിട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ ചിക്കൻ മുളകിടുന്നത് അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ ചെയ്ത് നോക്കാനാണ്. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.